വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഫുട്ബോളിലെ ലോക ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ച് പരിശുദ്ധ മക്കയിലെത്തി ഉംറ നിർവഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ. ഈ ഒരു വാർത്ത മനോരമയിൽ വന്നൊരു വാർത്ത, അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, വിമാനാപകടത്തിൽ വിമാനം ഇതാ തകരാൻ പോകുന്നുള്ള നിമിഷങ്ങൾ അറിയുമ്പോൾ ഒരു മനുഷ്യൻ, വിശ്വാസിയായ ഒരു മനുഷ്യൻ അവസാനമായിട്ട് തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം, ആ ഒരു വീഡിയോയിൽ ആ ഭാര്യയ്ക്കൊരു വീഡിയോ കോളിലൂടെ വളരെ കൂളായിട്ട് അത്ഭുതപ്പെടുത്തുന്ന മനസാന്നിധ്യത്തോടെ ഷഹാദത്ത് കലിമ ചൊല്ലി മരണത്തിന് പുൽകാൻ വേണ്ടി റെഡിയാവുക. അത്ഭുതകരമായിട്ട് ആ ഒരു വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട ഈ മനുഷ്യൻ ഒടുവിൽ അതേ മനസാന്നിധ്യത്തോടെ യാതൊരുവിധ അലങ്കാരങ്ങളും അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് സന്തോഷം പങ്കിടുന്ന ഒരു അത്ഭുത കാഴ്ച. ഈ രണ്ട് വിഷയങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് ഈ വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട സംഭവം പറയാം. ആസർബൈജാനിൽ നിന്ന് ചെച്ചിനിയിലേക്ക് പോകുന്നൊരു വിമാനമാണ്. ഈ റഷ്യൻ സൈന്യം അവരുടെ പ്രതിരോധ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് വിമാനത്തിന് വെടിവെച്ചു, വിമാനത്തിനെ പ്രതിരോധിച്ചു. ആ വിമാനത്തിനെ പ്രതിരോധിച്ചപ്പോൾ ആ വിമാനം കൂപ്പ് കുത്തി താഴേക്ക് വീണു. അപ്പോൾ ആസർബൈജാനിൽ നിന്ന് ചെച്ചിനിയിലേക്ക് വരുന്ന ഈ വിമാനത്തോട് അധികൃതർ പറഞ്ഞിരുന്നു, റഷ്യൻ ഭാഗത്തു കൂടി ഒന്ന് സൂക്ഷിക്കണം, അവർ ഉക്രൈനുമായുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അതുവഴി വരുന്ന ഏത് വിമാനവും അവർ വെടിവെച്ചിടാം. പക്ഷേ പാസഞ്ചർ വിമാനത്തിനെ വെടിവെച്ചിടാൻ ഒരു രാജ്യത്തിനും അവകാശമില്ല. പക്ഷേ റഷ്യൻ സൈന്യം വളരെ ക്രൂരമായിട്ട് ഇതൊരു പാസഞ്ചർ വിമാനമാണെന്ന് അറിഞ്ഞിട്ടും സിവിലിയൻസ് ആണ് അതിൽ പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും അതിന് വെടിവെച്ചിട്ടും ആ ഒരു വിമാനം നിയന്ത്രണം തെറ്റി പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. അങ്ങനെ ഈ വിമാനം അവസാനം ഇത് മരണത്തിലേക്കാണ്. അതിലെ ആളുകളോടൊക്കെ മരിക്കാൻ റെഡിയായിക്കോളൂ, രക്ഷപ്പെടാൻ വേണ്ടി തയ്യാറായിക്കൊള്ളു. പക്ഷെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് വിമാനാപകടം മുഴുവൻ കത്തിപ്പിടിക്കുമല്ലോ, രക്ഷപ്പെടാൻ സാധ്യതയില്ല. ആ സമയത്താണ് ഈ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നത്. എന്നിട്ട് ആ വീഡിയോ കോൾ ചെയ്തിട്ട് ആ മനുഷ്യൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഏത് നിമിഷവും മരിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് നിൽക്കുന്നൊരു ഭാവമുണ്ട്. മരണം മുന്നിൽ കാണുമ്പോൾ പോലും ഒരു യഥാർത്ഥ വിശ്വാസി എത്ര മനസാന്നിധ്യത്തോടെയാണ് അള്ളാഹുവിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുക എന്നുള്ള ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ. അതിന് വേഷങ്ങളുടെയോ അലങ്കാരങ്ങളുടെയോ ഒന്നും പകിട്ടുകൾ വേണ്ട. പക്ഷേ ആ വിമാനാപകടത്തിൽ 62 പേരാണ് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നത്. ഒരു 38ഓളം ആളുകൾ അതിൽ മരണപ്പെട്ടു. 10-22 ആളുകളാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. ആ രക്ഷപ്പെട്ടതിൽ ഈ മനുഷ്യനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത്ഭുതകരം. ആ മനുഷ്യൻ അദ്ദേഹം രക്ഷപ്പെട്ട സമയത്ത് അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് തൻ്റെ റബ്ബിന് നന്ദി പറയുന്നൊരു രംഗം. നമ്മളാണ് ഇത്തരം ഒരു രംഗമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുക? അതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഗുണം. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സന്തോഷം വരുമ്പോഴും അൽഹംദുലില്ലാ, ദുഃഖം വരുമ്പോഴും അവൻക്ക് ഖൈർ തന്നെയാണ്. ക്ഷമയോട് കൂടിയിട്ട് അൽഹംദുലില്ലാ പറയും, ക്ഷമിക്കും. ഇത് രണ്ടും അവൻ്റെ ഇതിൽ ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് റബ്ബിൻ്റെ കയ്യിൽ നിന്ന് പ്രതിഫലം പറ്റുന്നതായിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ റോൾ മോഡലാണ് ഈ മനുഷ്യൻ. ആ മനുഷ്യൻ ഇത് രാജ്യക്കാരനാണോ, ചെച്ചിനിയക്കാരനാണോ, കജാക്കിസ്ഥാൻകാരനാണോ, ഇനി അതല്ല ആസർബൈജാൻകാരനോ, ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി ഒരു മനുഷ്യൻ്റെ മനസാന്നിധ്യം. ആ മനുഷ്യനെ ഇത്രമാത്രം മനസാന്നിധ്യത്തോടു കൂടി അവസാന അന്ത്യവാചകമായ ഷഹാദത്ത് കലിമ ചൊല്ലാൻ പ്രേരിപ്പിച്ച ആ ഘടകം അയാളുടെ ഉള്ളിലെ ഈമാനാണ്. അള്ളാഹു നമുക്കും നമ്മുടെ അവസാനത്തെ സന്ദേശം സത്യവാചകം ചൊല്ലിക്കൊണ്ട് മരിക്കാൻ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ലോകത്തെ ഫുട്ബോൾ ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചു, ഭാര്യയോടൊപ്പം ഉംറ നിർവഹിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ട് ചില ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ ഇത് തീർത്തും നുണയാണ്. അള്ളാഹു അതിന് ഹിദായത്ത് കൊടുക്കട്ടെ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ഏതായാലും അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം ഇതിനു മുൻപും ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് വ്യാജ വാർത്തകൾ വന്നിരുന്നു. അന്ന് നമ്മൾ ആ വാർത്തയെ തള്ളിക്കൊണ്ട് തന്നെ വീഡിയോ ചെയ്തവർ, പക്ഷെ നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഓർമ്മയിലുണ്ടാവും. അതിനുശേഷം തന്നെ അദ്ദേഹം 2023 മുതലെങ്ങാന് സൗദിയിലൊരു ക്ലബ്, അൽ നാസർ ക്ലബിന് വേണ്ടി കളിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ആ ഒരു ക്ലബിലെ ഒരു വിരമിച്ച ഗോൾ കീപ്പർ പറഞ്ഞത്, ഈ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇസ്ലാം മതത്തിനോട് ഭയങ്കര താല്പര്യമുണ്ട്,
പരിശീലന സമയത്തൊക്കെ ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി സമയം കൊടുക്കുന്നു, അദ്ദേഹം തന്നെ സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു. അത് മാതൃഭൂമിയിലടക്കം മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയായിരുന്നു. അത് പ്രകോപിപ്പിച്ചു. ഇനിയിപ്പോൾ ക്രിസ്ത്യാനോ വരായിട്ടാണ് ഇപ്പോൾ ഇസ്ലാമിന് അതിൻ്റെ കുറവേണല്ലോ. തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രമുഖനായ ഒരാൾ, പ്രമുഖൻ എന്നല്ല ആരായാലും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അതവൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാക്കും സ്വാഭാവികമായിട്ടും. ക്രിസ്ത്യാനോ റൊണാൾഡോ പോലെയുള്ളൊരു പ്രമുഖ ഫുട്ബോളിലൊരു ഇതിഹാസ താരം ഇസ്ലാമിലേക്ക് വരുന്നു എന്നുള്ള സന്തോഷം തന്നെയാണ്. പക്ഷേ ഈ വാർത്ത 100% നുണയാണ്. ഒന്നാമതായിട്ട് ഈ ഒരു ചിത്രത്തിലുള്ള ഒരു AI ചിത്രമാണ്, ഇതൊരു ഡീപ്പ് ഫേക്കാണ്. ഇതിന് ഈ ഒരു വിരലുകൾ നോക്കിയാൽ തന്നെ ക്രിസ്ത്യാനോക്ക് 6 വിരലുകൾ ഉള്ളതായിട്ടൊക്കെ ഈ ഒരു ഫോട്ടോയിൽ കാണാം. പിന്നെ ആരും കഅബക്ക് പുറംതിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന അത് ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം ഭാര്യയും മക്കത്ത് പോയി ഉംറ നിർവഹിച്ചു, എന്നിട്ട് ഇതാ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് ആരുടെയൊക്കെ ഒരു കൊതിയായിരിക്കും. പക്ഷെ അതൊരു ശരിയല്ല. ഇസ്ലാം മതം സ്വീകരിക്കാത്ത ഒരാളെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുക മുസ്ലിം ഗ്രൂപ്പുകളിലൊക്കെ ഇതൊരു വലിയ വാർത്തയായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ഇത് തെറ്റാണെന്ന് പറയുമ്പോഴും അത് തിരുത്താൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരാൾ ഇസ്ലാം ഒഴിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തർക്ക് അള്ളാഹു ഓരോരുത്തർക്ക് മുസ്ലിം ആണെന്ന് കരുതി ഹിദായത്ത് നൽകിക്കൊള്ളൊന്നുമില്ല. അവരുടെ എൻ്റെ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ലോകത്ത് ഇങ്ങനെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടുക? അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഇസ്ലാമിൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലിസിറ്റിയാണ്. ഇന്ന ദീന യുസുറുൻ വലാ ഉസുറുന്നാണ്. മതം ഇത്രയും സിമ്പിളായൊരു മതം ലോകത്ത് യഥാർത്ഥ ഇസ്ലാം മതം പോലെ വേറൊന്നും ഉണ്ടാവില്ല. ഇസ്ലാം മതത്തിൽ നമ്മൾ അയച്ചോക്ക് നമ്മുടെ ലൈഫിൽ വൃത്തി ഉണ്ടാവുക എന്നുള്ളത്. വൃത്തി ഈമാനിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പകുതിയാണെന്ന് പഠിപ്പിച്ചൊരു മതം. ലോകത്ത് ഏത് കാലത്തും പാടില്ലാത്ത ഒന്ന് ആൽക്കഹോൾ. ആ ആൽക്കഹോൾ നിഷിദ്ധമാക്കിയിട്ട് മതപരമായിട്ട് നിഷിദ്ധമാക്കിയൊരു മതം. കുളിക്കൽ പോലും സുന്നത്താക്കിയൊരു മതം. വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല് വെക്കൽ, പള്ളിയിലേക്ക് വരുമ്പോൾ വലത് കാല് വെക്കൽ, ബാത്റൂമിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന, ബാത്റൂമിലേക്ക് കയറുമ്പോൾ തല മറക്കുക. ഇന്ന് വളരെ ഹൈജീനിക്കായ ഒന്നാണ് ബാത്റൂം എന്നുള്ളത് സയൻസ് പറയുന്നു. മൊബൈൽ പോലും ബാത്റൂമിൽ വെച്ച് ഉപയോഗിക്കരുതെന്ന് പറയുന്ന സയൻസ് ഉണ്ട്. ഇത് ആദ്യമകാലത്ത് തന്നെ 6ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ഫിഖ് പഠിപ്പിക്കുന്നു. ഇതൊന്നും പാടില്ല, സംസാരിക്കരുത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ സ്നേഹസമ്പന്നവരാണ്. മുസ്ലിം വിഭാഗക്കാരെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഞാൻ പറയട്ടെ, ഇസ്ലാം വളരെ കറക്റ്റാണ്. ചില മുസ്ലിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും പോക്കരിത്തരങ്ങളോ മോശത്തരങ്ങളോ അത് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതൊക്കെ ആളുകളുടെ പോരായ്മകൾ അത്രേ പറയാൻ കഴിയുള്ളൂ. ഇപ്പം എത്രയോ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എത്രയോ നല്ല കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്. ഇവരുടെയൊക്കെ ആശയങ്ങൾ വളരെ നല്ലതായിരിക്കും. പക്ഷെ ആളുകൾ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മോശക്കാരായാൽ പാർട്ടി മോശക്കാരാണെന്ന് പറയാം. പക്ഷെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതത്തിന് നഖം വെട്ടുന്നത് സുന്നത്താക്കുന്നൊരു മതം. ലോകത്തെങ്ങനെയുണ്ട് മുടി നീക്കം ചെയ്യൽ, ഇങ്ങനെ എല്ലാത്തിലും ഒരു മതപരമായൊരു കോൺസെപ്റ്റുള്ള, പ്രതിഫലമുള്ള, ദൈവികമായിട്ട് അതിൻ്റെ ഒരു രീതി എങ്ങനെ അള്ളാഹുവും ആളുകളെയും അടിമകൾ എന്നുള്ള ഒരു രീതിയാണ് സത്യത്തിൽ ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അടിമകളാണ് മനുഷ്യർ. എന്തിൻ്റെ അടിമകൾ? സ്നേഹത്തിൻ്റെ അടിമകളാണ്. അത് കുറേ പണിയെടുപ്പിച്ചിട്ട് പ്രതിഫലം കൊടുക്കാതിരിക്കുന്ന ഒരു യജമാനൻ ആ പ്രതീതിയിലല്ല. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ അടിമകളാണ്. കാരുണ്യവാനാണ് അള്ളാഹു. അപ്പം ഇങ്ങനെയൊരു മതത്തിന് ശരിയാവണ്ണം നല്ലൊരു സോഴ്സിൽ നിന്ന് ഒരാൾ പരിചയപ്പെട്ടാൽ അയാൾക്ക് തോന്നും ഇസ്ലാമിലേക്കൊന്ന് കടന്നു വന്നാലോ. ആ ഒരു തോന്നൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ അൽ നസർ ക്ലബിൻ്റെ ഗോൾ കീപ്പർ തന്നെ ആഴ്ചകൾക്ക് മുൻപ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ഒന്നാണ്. എക്സിൽ അദ്ദേഹം അത് കുറിച്ചതാണ്. ഇനി പക്ഷേ ഭാവിയിൽ ക്രിസ്ത്യാനോ വന്നിരിക്കാം. നിലവിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കും. ഇപ്പോൾ ലോകത്തൊരു പ്രമുഖ ടിക്ടോക്ക് താരം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഓരോ ദിവസവും പ്രമുഖരായാലും അല്ലാത്തവരായാലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതൊക്കെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ കൾച്ചർ, അതിൻ്റെ ഒരു ആത്മീയമായൊരു വശങ്ങളൊക്കെ ഉണ്ട്. ഇസ്ലാമിൻ്റെ ആത്മീയ വശത്തിൻ്റെ ഒരു സൗന്ദര്യം എന്താണെന്നറിയോ? അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ കുറേ ഹൂറിലിങ്ങൾ, തേനൊഴുകുന്ന പുഴ, പാലൊഴുകുന്ന പുഴ, ഇതൊക്കെയാണ് ഈ സാധാരണ ആളുകൾ പറഞ്ഞത്. ഇതൊന്നും അല്ല, ഇതിലപ്പുറം ഒരു അനുഭൂതി ഉണ്ട് സ്വർഗത്തിന്. അത് സാക്ഷാൽ പടച്ച റബ്ബിനെ നമ്മൾ കാണുന്നൊരു നിമിഷം, അതാണ് സ്വർഗീയ പരമാനന്ദം. ചിലവരിങ്ങനെ അവിടെ അത്ര റൂമുണ്ട്, ഇവിടെ ഇങ്ങനെ വേറെന്തോ ഒരു ലോകമാക്കി പറഞ്ഞു കൊടുക്കുക. അതൊക്കെ ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളല്ലേ. അതിലപ്പുറം നമ്മൾ സ്വർഗത്തിനെ കുറിച്ച് ആത്മീയമായൊരു വാതായനം നമുക്ക് തുറന്നു കിട്ടിയാൽ നമ്മുടെ ഉള്ളിലൊരു ശാന്തതയുണ്ടാകും. നമ്മൾ ഈ സൂപ്പർലൈറ്റ് ഡിഗ്രി ജീവിതത്തിൽ പിന്നെ ഒരു പരമമായ ആനന്ദമായിട്ട് മാറും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അതൊരു ഫേക്ക് വാർത്തയാണ്. പിന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എക്സൈറ്റഡ് ആണ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ മനുഷ്യൻ. അള്ളാഹു നമുക്കും നമ്മുടെ അവസാനത്തിലും ഷഹാദത്ത് കലിമ ചൊല്ലി
മുഅ്മിനീങ്ങളായിട്ട് മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.